വിളിക്കുന്നതുമായ മറ്റൊരു ചികിത്സാ സമ്പ്രദായം കൊമ്പുവെക്കലാണ്. അതായത് ശരീരത്തിൽ ചില പ്രത്യേക സ്ഥലത്ത് കത്തികൊണ്ട് മുറിപ്പെടുത്തുകയും പിന്നീട് ആ സ്ഥലത്ത് ഒരു കൊമ്പ് വെച്ച് അതിലൂടെ രക്തം വലിച്ചെടുക്കുകയും ചെയ്യുന്ന പുരാതനമായ ഒരു ചികിത്സാ സമ്പ്രദായം. ഇതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ചികിത്സിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് കൊമ്പുവെക്കലാണ്. BC 3000 മുതൽ തന്നെ ഈ ചികിത്സ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. AD 4-ാം നൂറ്റാണ്ട് മുതൽ ചൈനയിൽ കൊമ്പുവെക്കൽ ചികിത്സ നിലവിലുണ്ടായിരുന്നു. അവിടുത്തെ പ്രസിദ്ധ പ്രകൃതി ചികിത്സാ വൈദ്യനായിരുന്ന ജിഹോങ് ആണ് ഈ ചികിത്സയുടെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത്. തലവേദന, തലകറക്കം, ഉദരവേദന എന്നിവക്കാണ് അവർ ഈ ചികിത്സ പ്രയോഗിച്ചത്. ശരീരത്തിന്റെ പിരടി, ചുമൽ പോലുള്ള ചില നിശ്ചിത സ്ഥലങ്ങളിൽ കത്തികൊണ്ടോ സൂചി കൊണ്ടോ ചെറുതായി മുറിപ്പെടുത്തുകയും ഒരു കുഴൽ വെച്ച് അവിടുത്തെ രക്തം വലിച്ചെടുക്കുകയും ചെയ്യും. ഇങ്ങനെ രക്തം വലിച്ചെടുക്കുന്നതിന് ഏതെങ്കിലും മൃഗങ്ങളുടെ കൊമ്പ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ ചികിത്സയ്ക്ക് കൊമ്പ് വെക്കുക എന്ന പേര് പറയുന്നത്. ഉള്ളുപൊള്ളയായ കൊമ്പിന്റെ ഒരറ്റം മുറിക്കുന്നതോടുകൂടി അത് രക്തം വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കുഴലായി മാറും. പ്രവാചകന്റെ കാലത്ത് ഉപയോഗിച്ചിരുന്നത് പോലെ ജിഹോങ്ങിന്റെ കാലത്തും ഈ ചികിത്സയ്ക്ക് കൊമ്പ് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. ആധുനിക കാലത്ത് കൊമ്പ് ചികിത്സ അക്യുപങ്ക്ചറിൽ പ്രയോഗിക്കുന്നുണ്ട്. കൊമ്പിന് പകരം അതേ രൂപത്തിലുള്ള ഗ്ലാസിന്റെയോ പ്ലാസ്റ്റിക്കിന്റെയോ ലോഹത്തിന്റെയോ കപ്പുകളാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചികിത്സയ്ക്ക് ഇപ്പോൾ കപ്പിംഗ് എന്നാണ് പറയുന്നത്. ഇടക്കാലത്ത് ചിലർ ഓടക്കുഴലും ഈ ആവശ്യത്തിന് പ്രയോഗിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ ചികിത്സകർക്കിടയിൽ സുതാര്യവും ബലമുള്ളതുമായ ഗ്ലാസ് ട്യൂബുകളാണ് പ്രചാരത്തിലുള്ളത്. പാശ്ചാത്യ രാജ്യങ്ങളിലും ഒരു ബദൽ ചികിത്സ എന്ന നിലക്ക് ഇത് പരീക്ഷിച്ചു വരുന്നുണ്ട്. പുരാതന കാലത്ത് രോഗിയുടെ ശരീരത്തിൽ കൊമ്പ് വെച്ച് ചികിത്സകൻ രക്തം വലിച്ചെടുക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇന്ന് ഗ്ലാസ് ട്യൂബിനകത്തുള്ള ഓക്സിജൻ ഇല്ലാതാക്കി വാക്വം സൃഷ്ടിച്ച് കപ്പ് സ്വയം തന്നെ രക്തം വലിച്ചെടുക്കുന്ന രീതിയാണ് നടപ്പിലുള്ളത്. രോഗിയുടെ അവസ്ഥയനുസരിച്ച് 5 മുതൽ 10 മിനിറ്റ് വരെ ഇത്തരത്തിലുള്ള ഗ്ലാസുകൾ ശരീരത്തിൽ വെക്കും. ചില രോഗികളുടെ ശരീരത്തിൽ ഒരേ സമയം തന്നെ ഒന്നിലധികം കപ്പുകൾ വെക്കാറുണ്ട്. കൊമ്പ് ശരീരത്തിൽ സുഗമമായി പ്രവർത്തിക്കാൻ ചില ഔഷധ ലേപനങ്ങൾ പ്രയോഗിക്കുന്ന രീതിയും ആധുനിക ചികിത്സകർ അനുവർത്തിക്കുന്നുണ്ട്. അതുപോലെ ചൈനയിലും മറ്റുമുള്ള അക്യുപങ്ക്ചർ ചികിത്സകർ ബ്രോങ്കൈറ്റിസ്, ആസ്മ, സന്ധിവേദന, നീർക്കെട്ട്, വിഷാദരോഗം തുടങ്ങിയ ഒട്ടനവധി രോഗങ്ങൾക്ക് കൊമ്പുവെക്കൽ അഥവാ കപ്പിംഗ് ചികിത്സ നടത്തിവരുന്നുണ്ട്. രക്തദൂഷ്യമാണ് രോഗങ്ങൾക്ക് കാരണമാകുന്നത് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അശുദ്ധ രക്തം കൊമ്പ് വെച്ച് പുറത്തു കളയുന്ന രീതിയാണ് പുരാതന കാലങ്ങളിൽ നടത്തിയത്. എന്നാൽ ഇന്ന് കരളിനും ഹൃദയത്തിനും ബാധിക്കുന്ന ചില രോഗങ്ങൾക്ക് ഇത് ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഉയർന്ന രക്തസമ്മർദ്ദമുള്ള രോഗികൾക്കും രക്തത്തിൽ ചുവന്ന രക്താണുക്കളുടെ ആധിക്യം കൊണ്ടുള്ള ആദികൾക്കും കൊമ്പുവെക്കൽ ചികിത്സ പ്രയോജനം ചെയ്യാനിടയുണ്ട്. പല രോഗങ്ങൾക്കും ആധുനിക കാലത്ത് വിശകരന്മാർ വിധിക്കാറുള്ള ഡയൂററ്റിക് മരുന്നുകളുടെ അതേ പ്രയോജനം കൊമ്പുവെക്കുന്നതിലൂടെ ലഭിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. BC 3300-ൽ ആരംഭിച്ച അതിപുരാതനമായതും ഇന്നും നിലനിൽക്കുന്നതുമായ പ്രവാചകൻ ഉത്തമമെന്ന് വിശേഷിപ്പിച്ചതുമായ ഈ ചികിത്സാരീതി വ്യത്യസ്ത രോഗങ്ങളും ശാരീരിക അസ്വസ്ഥതകളുമായി 80ഓളം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പ്രയോജനകരമാണ്.